ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക വെച്ചിട്ട് ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ചക്ക വറുത്തും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനാവശ്യമായ ചക്ക നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ചക്കയൊക്കെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കാം. പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഈ പാകത്തിന് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. സ്റ്റവ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഇനി 1-2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ചക്ക എരിശ്ശേരിക്ക് വേണ്ട സാധനങ്ങൾ: തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, കാന്താരി മുളക്, ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. ആദ്യം കുരുമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കാന്താരിമുളകും ജീരകവും കൂടിയിട്ട് നന്നായി ഒന്ന് അരച്ചിട്ട് തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ചതച്ചിട്ട് വരാം. രണ്ട് വിസിൽ വന്ന് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ മാറ്റി വെച്ചായിരുന്നു, അത് വറുത്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച തേങ്ങയിലേക്കിട്ട് വറുത്തെടുക്കാം. ബ്രൗൺ കളറാകുന്നവരെ ഇത് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ഇതിനകത്തേക്ക് വറവിടാം. ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി ഇതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പില,
നന്നായി മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഉള്ളി മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കയും കൂടി വറുത്തെടുക്കാം. ചക്ക വറുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചക്ക നമ്മൾ ഇതുപോലെ നീളത്തിന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ചക്ക വറുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്താൽ നല്ല ടേസ്റ്റാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ചക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ചക്ക നന്നായി മൂത്ത് വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു കിലോ എന്നൊരു ഒച്ച കേൾക്കും. ഒരെണ്ണം എടുത്ത് ഒടിച്ച് നോക്കിയാൽ മതി. അപ്പം മൂത്ത പാകം അറിയാൻ പറ്റും. ചക്ക നമുക്ക് ഇളക്കി ഇങ്ങനെ വറുത്തെടുക്കാം. ചക്ക ഇളക്കി വറുത്തെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല കിലുകിലു എന്നുള്ള ഒച്ചയും കേട്ട് ഒരെണ്ണം എടുത്ത് ഒടിച്ച് നോക്കിയപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. ബാക്കിയുള്ള ചക്കയും കൂടി ഇതുപോലെ വറുത്തെടുക്കാം. ചക്ക നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചക്ക കോരിയെടുക്കുക. ചക്ക എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ
വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക എരിശ്ശേരിയും ചക്ക വറുത്തതും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.